ഹലോ മച്ചൂസ്, ദിസ് ഈസ് സിനിമ ഡോഗ് മച്ചു. നമ്മളിന്ന് കാണാൻ വന്നത് സൗത്ത് കൊറിയയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി 2009 റിലീസ് ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഹാൻഡ് ഫോൺ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആരോ ഒരാൾ ഷർട്ടൊക്കെ ഊരി ഒരു പബ്ബിൽ പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യുന്നതാണ്. ഇയാളുടെ പേരാണ് ഓ സ്വിങ് മിൻ. ഇയാളാണ് നമ്മുടെ കഥയിലെ നായകൻ. നമുക്ക് ഇയാളെ മിൻ എന്ന് വിളിക്കാം. മിൻ ഒരു ടാലൻറ്റ് മാനേജറാണ്. അതായത് പുതിയതായിട്ട് വരുന്ന നടിമാരുടെയൊക്കെ ഇൻ്റർവ്യൂകൾ മാനേജ് ചെയ്യുന്നതും അവരുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതുമൊക്കെ മിന്നാണ്. മിൻ അങ്ങനെ പബ്ബിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാറെടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് വരുന്നു. അന്നേരം കുറേ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്ന് അവനെ അടിക്കുകയും ഷോക്ക് അടിപ്പിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നു. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് മിൻ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതിന് ചോദിക്കാൻ വന്ന വട്ടിപ്പലിശക്കാരനാണെന്ന്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് മിന്നിന് നല്ല ജോലി ഉണ്ടെങ്കിലും അവൻ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ടിട്ടില്ല. ഒത്തിരി കടങ്ങളുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പണം അടയ്ക്കണമെന്ന് പറഞ്ഞ് അവർ അവനെ അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് മിന്നിൻ്റെ വീടാണ്. മിന്നിന് ഒരു സുന്ദരി ഭാര്യയുമുണ്ട്. അവളുടെ പേരാണ് കിം. മിന്നിനും കിമ്മിനും കുട്ടികളില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കിം മിന്നിനോട് എന്തോ പറയാൻ വരും. എന്നാൽ മിൻ അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്ന സീൻ മിന്നിൻ്റെ ഓഫീസാണ്. മിൻ കൂടെ ജോലി ചെയ്യുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരം മിന്നിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് കാണുന്ന മിൻ ഞെട്ടും. പിന്നെ കാണിക്കുന്നത് മിന്നിൻ്റെ ഇപ്പോഴത്തെ നടിയെ വലിച്ച് കാറിനുള്ളിലേക്ക് ഇടുന്നതാണ്. എന്നിട്ട് അവിടെ മുടി പിടിച്ച് വലിച്ച് ദേഷ്യത്തോടെ ചോദിക്കും ഇതെന്താണ് എന്ന്. അത് ഈ നടിയുടെ മുൻ കാമുകനായിട്ടുള്ള ഒരു നടൻ്റെയും പ്രൈവറ്റ് വീഡിയോ ആയിരുന്നു. മിൻ അവളോട് പറയുന്നു ഇതയച്ചു തന്നത് നിന്റെ ആ കള്ള കാമുകനാണ്. അവന് ഞാൻ പൈസ കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ അവൻ ഈ വീഡിയോ ലീക്കാക്കും. സത്യത്തിൽ മിൻ ഇത്രയും ദേഷ്യപ്പെട്ടത് ഈ വീഡിയോ എങ്ങാനും ലീക്കായാൽ അവൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ മൊത്തത്തിൽ തകരും. ആ നടിയെ തെറി പറഞ്ഞുകൊണ്ട് മിൻ ആ കാറിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ആ വീഡിയോ ലീക്കാക്കുമെന്ന് പറഞ്ഞ് ആ നടനെ കാണാൻ വന്ന മിന്നിനെയാണ്. അയാൾ മിന്നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് ആ വീഡിയോ ടേപ്പ് അങ്ങോട്ട് വെച്ചിട്ട് ആ പൈസ എടുത്തുകൊണ്ട് പോകുന്നു. മിൻ ആ ടേപ്പ് കൊണ്ട് അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്ന സീൻ ആരോ ആ നടൻ്റെ തല ഒരു ബെഞ്ചിൽ അമർത്തി പിടിച്ചിരിക്കുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ മിന്നും അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനുമാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചതിന് അവൻ്റെ മുഖത്തേക്ക് കുറേ പശയും വാരി ഒഴിച്ച് കുറേ തെറിയും പറഞ്ഞ് അവിടെയുള്ളൊരു ടേപ്പ് റെക്കോർഡറും എടുത്തുകൊണ്ട് അവന്മാർ പോകും. പിന്നെ കാണിക്കുന്നത് മിന്നും ആ കൂടെയുള്ള തടയനും കൂടെ തിരികെ ഓഫീസിലേക്ക് പോകുന്നതാണ്. അന്നേരമാണ് മിൻ ഒരു കാര്യം ആലോചിക്കുന്നത്. മിൻ ആ നടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ ടേപ്പ് മാത്രമാണ് ഹോട്ടലിൽ നിന്ന് എടുത്തത്. അവൻ്റെ ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെ, അവൻ്റെ ഫോൺ അവിടെ മറന്നു വെച്ചു. മിൻ തടീനോട് പറയും വേഗം ആ ഹോട്ടലിലേക്ക് വണ്ടി തിരിക്ക്. മിൻ ആ ഹോട്ടലിൽ നോക്കുമ്പോൾ അവിടെ ആ ഫോണില്ല. മിൻ തടീനോട് പറയും പണി കിട്ടി, ആ ഫോൺ ആരോ എടുത്തു. കാരണം ആ നടൻ അയച്ചു കൊടുത്ത ആ നടിയുടെ പ്രൈവറ്റ് വീഡിയോ ആ ഫോണിലുണ്ട്. അതും പോരാഞ്ഞ് മിന്നിൻ്റെ ഭാര്യയുടെയും പേഴ്സണൽ വീഡിയോസ് ആ ഫോണിലുണ്ട്. കൂടാതെ അവൻ്റെ കുറേ ബിസിനസ് ഡീൽസിൻ്റെ കാര്യങ്ങളും. അന്നേരം കിമ്മിൻ്റെ ഫോണിലേക്ക് ആ ഫോൺ എടുത്ത ആൾ വിളിക്കുന്നു. അത് ഒരാണാണ്. അയാൾ പറയും എനിക്ക് ഈ ഫോൺ ഹോട്ടലിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ കണ്ട നമ്പറിൽ ഞാൻ വിളിച്ചതാണ്. കിം പറയും അതിൻ്റെ ഭർത്താവിൻ്റെ ഫോണാണ്, ദയവേത് തിരികെ തരണം. അന്നേരം അയാൾ ഫോൺ കട്ടാക്കുന്നു. അവൾ ഉടനെ തന്നെ മിന്നിനെ വിളിച്ചു പറയുന്നു. മിൻ ഓഫീസിൽ ചെന്നിട്ട് അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അന്നേരം ആരോ ഒരാൾ ആ ഫോൺ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ കിമ്മിൻ്റെ ഫോണിലേക്ക് ആ ഫോൺ എടുത്തുകൊണ്ട് പോയ ആൾ വിളിക്കുന്നതാണ്. അയാൾ പറയും ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ വന്നാൽ ഞാൻ ആ ഫോൺ തരാമെന്ന്. അത് കിം മിന്നിനോട് പറയും. അങ്ങനെ മിൻ ആ പറഞ്ഞ സ്ഥലത്തേക്ക് രാത്രി പോയി നിൽക്കും. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരാത്തതുകൊണ്ട് മിൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. മിൻ പോകുന്നത് ഒരാൾ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതാരാണെന്ന് കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് മിന്നിൻ്റെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ആരോ ഒരാൾ നോക്കുന്നതാണ്. അതിലുള്ള മിന്നിൻ്റെയും കിമ്മിൻ്റെയും ഒരു വീഡിയോ അയാൾ എടുത്ത് കാണുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ മിൻ ഫോൺ സർവീസ് സെൻ്ററിലേക്ക് പോകുന്നു. എന്നിട്ട് പറയും എൻ്റെ ഫോൺ കളഞ്ഞുപോയി, ദയവേത് അതൊന്ന് കണ്ടുപിടിച്ച് തരണം. അന്നേരം ആ സർവീസ് സെൻ്ററിലുള്ള പെണ്ണ് പറയും അതൊന്നും പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് പറയൂ. അന്നേരം മിൻ ദേഷ്യത്തോടെ പറയും നീയൊക്കെ പിന്നെ എന്തിനാ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മിൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാത്തത് അവൻ്റെ കുറേ ബിസിനസ് രഹസ്യങ്ങളും പിന്നെ കുറേ പ്രൈവറ്റ് വീഡിയോകളും ഒക്കെ ആ ഫോണിലുണ്ട്. അത് പുറത്തു വരുമെന്ന് പേടിച്ചാണ് അവൻ കംപ്ലൈൻറ്റ് ചെയ്യാത്തത്. മിൻ വീണ്ടും അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അന്നേരം ആരോ ഒരാൾ ആ ഫോൺ എടുത്ത് സംസാരിക്കുന്നു. മിൻ പറയും നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണാണ്, ദയവേത് അത് തിരികെ തരണം. അന്നേരം അയാൾ പറയും ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ
ഈ ഫോൺ തിരികെ തരാം. അന്നേരം മിൻ പറയും, എടാ വൃത്തികെട്ടവൻ, എൻ്റെ ഫോൺ മര്യാദയ്ക്ക് തന്നോണം. അന്നേരം ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ ആരോ വിളിക്കുന്നു. ഫോൺ കട്ടായി. പിന്നെ കാണിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ഒരു കസ്റ്റമർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അന്നേരം അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നു. ഒരു നല്ലവനായ പാവം മനുഷ്യൻ. ഇയാളുടെ പേരാണ് ജിയോങ്. അന്നേരം അവിടെ തന്നെ വേറൊരു പ്രശ്നമുണ്ടാകുന്നു. അവിടുത്തെ ഒരു ജോലിക്കാരിയും കസ്റ്റമറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും. അതും ജിയോങ് വന്ന് സോൾവ് ചെയ്യുന്നു. പക്ഷെ ആ കസ്റ്റമറിന് ജിയോങ്ങിന് ഒരു വിലയുമില്ല. ഒരു വേലക്കാരനെ പോലാണ് അവനോട് സംസാരിക്കുന്നത്. ജിയോങ് സങ്കടത്തോടെ തലകുനിക്കും. പിന്നെ കാണിക്കുന്ന സീൻ മിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നതാണ്. ആ ഫോണിൽ സംസാരിക്കുന്നത് നമ്മുടെ പാവൻ ജിയോങ്ങും. അതെ, ജിയോങ് ആണ് ആ ഫോൺ എടുത്തുകൊണ്ട് പോയത്. ജിയോങ് മിന്നോട് പറയും, ഞാൻ നിനക്ക് ഫോൺ തരാം, പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം നീ ഇപ്പോൾ ചെയ്യണം. എന്നിട്ട് പറയും, പാർക്കിങ്ങിൽ കിടക്കുന്ന ഒരു വെള്ള ബെൻസ് അത് നീ അങ്ങ് തല്ലി പൊളിച്ചേക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും എനിക്ക് അയക്കണം. ജിയോങ് പറഞ്ഞതുപോലെ തന്നെ മിൻ ആ വെള്ള നല്ലൊരു ബെൻസ് അടിച്ചങ്ങ് പൊട്ടിക്കും. എന്നിട്ട് അതിൻ്റെ ഫോട്ടോയും അവൻ അയച്ചു കൊടുക്കുന്നു. അന്നേരമാണ് വേറൊരു കാര്യം കാണിക്കുന്നത്. ആ വെള്ള ബെൻസ് വേറെ ആരുടെയും അല്ലായിരുന്നു. നമ്മുടെ ജിയോങ്ങിനെ മാർച്ച് ഫ്രീയിലിട്ട് തെറി പറഞ്ഞതും കളിയാക്കുകയും ചെയ്ത അവൻ്റേതായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലൂടെ നടന്നു പോകുന്ന നമ്മുടെ കിമ്മിനെയാണ്. അവൾ മിന്നെ വിളിച്ച് എന്തോ പറയാൻ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ മിൻ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ മീൻ 2 ലോക്കൽ ഹാക്കർമാരെ കാണാൻ പോകുന്നതാണ്. അവന്മാർ പറയും, ഞങ്ങൾക്ക് വേണ്ട പൈസ നിങ്ങൾ തന്നാൽ നിങ്ങളുടെ ഫോൺ ഞങ്ങൾ തപ്പിപ്പിടിച്ച് തരാം. മീൻ അതിനൊക്കെ പറയുന്നു. അന്നേരം ജിയോങ്ങിൻ്റെ മെസ്സേജ് വരുന്നു, അടുത്ത കാര്യം ചെയ്യാൻ സമയമായി. പിന്നെ കാണിക്കുന്ന സീൻ ഒരു സ്ട്രീറ്റിലൂടെ ഒരു പ്രായമായ മനുഷ്യൻ ജോഗിങ് ചെയ്യുന്നതാണ്. ജിയോങ് ഇയർഫോണിലൂടെ മിന്നോട് പറയും, ആ കറുത്ത ജാക്കറ്റ് ഇട്ട് ജോഗിങ് ചെയ്യുന്ന ആളെ ഇടിക്ക്, അയാളുടെ മൂക്കിടിച്ച് പൊട്ടിച്ചിട്ട് എനിക്ക് വീഡിയോ അയച്ചതാ. ജിയോങ് പറഞ്ഞതുപോലെ തന്നെ മിൻ അയാളുടെ മൂക്കിടിച്ച് പൊളിക്കുന്നു. എന്നിട്ട് വീഡിയോയും അയച്ചു കൊടുക്കുന്നു. ആ വീഡിയോ അയച്ചു കൊടുത്ത സമയത്ത് തന്നെ മിൻ ഹാക്കർമാരെ വിളിക്കും. എന്നിട്ട് പറയും, വേഗം വേഗം ട്രേസ് ചെയ്യ്, അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയണം. അവന്മാർ ജിയോങ് എവിടെ ഉണ്ടെന്ന് ട്രേസ് ചെയ്ത് മിന്നോട് പറയുന്നു. അങ്ങനെ കുറേ പേർ നടന്നു വരുന്ന ഒരു സ്ട്രീറ്റിലേക്ക് എത്തുന്നു. അതിലുണ്ട് നമ്മുടെ ജിയോങ്. കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോൾ ഹാക്കർമാർ പറഞ്ഞു, അതാണ് ജിയോങ്. അവൻ ഒരു പെണ്ണിനെ ചാടി കയറി പിടിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിന്നും കയറി പിടിച്ചവരും ഇറങ്ങി വരുന്നതാണ്. മിൻ കാറിൽ വന്നിരിക്കുമ്പോഴേക്കും ജിയോങ് വിളിക്കും. എന്നിട്ട് പറയും, എങ്ങനെയുണ്ട് ഈ കളി? അന്നേരം മിൻ പറയും, എടാ നിന്നെ പറ്റിക്കാണല്ലേ. ജിയോങ് ചിരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ഒരു സ്കൂൾ കമ്പ്യൂട്ടർ ലാബാണ്. അവിടെ എല്ലാം കുട്ടികൾ എന്തോ കണ്ട് അമ്പരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കള്ളക്കാമുകൻ ആ നടിയുടെ വീഡിയോ ഇന്റർനെറ്റിൽ ലീക്കാക്കി. ആ വീഡിയോ ആണ് കുട്ടികൾ കണ്ടത്. ഈ വിവരം പത്രക്കാരും ചാനലുകാരും ഒക്കെ അറിഞ്ഞ് അവരുടെ ഓഫീസിലേക്ക് ഓടി വരുന്നു. ഇതൊക്കെ കണ്ട് മിന്നു വല്ലാണ്ട് ദേഷ്യം വരുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ഒരു പ്രായമായ സ്ത്രീയാണ്. അത് ജിയോങ്ങിൻ്റെ അമ്മയാണ്. അവർ മരിക്കാറായി കിടക്കുകയാണ്. അവരെ കണ്ട് വിഷമത്തോടെ അവരുടെ കൈ പിടിച്ച് ജിയോ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് മിന്നിൻ്റെയും കിമ്മിൻ്റെ വീടാണ്. കിം മിന്നോട് എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നു. പക്ഷേ മിൻ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന മിന്നിനെയാണ്. മിന്നിന് പെട്ടെന്നൊരു സംശയം. മിന്നിനെ വിളിക്കുന്ന ആ സൗണ്ട് വേറെ എവിടെയോ കേട്ട പോലെ. അങ്ങനെ സംശയം തോന്നിയ മിൻ സൂപ്പർ മാർക്കറ്റിലെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നു. മിന്നിനെ വിളിക്കുന്ന അതേ സൗണ്ട് മിൻ കേട്ടു. മിൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. മിൻ മറ്റൊന്നും നോക്കാതെ മാർജിൻ ഫ്രീയിലേക്ക് പോകുന്നു. മിൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പോസ്റ്റർ കാണുന്നു. അതെ, കസ്റ്റമർ കയറിയിരിക്കുന്ന നമ്മൾ ജിയോങ്ങിൻ്റെ ഫോട്ടോ. മിൻ ജിയോങ് അവിടെ നിൽക്കുന്നത് കാണുന്നു. അന്നേരമാണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് മാർജിൻ ഫ്രീയിൽ പ്രശ്നമുണ്ടാക്കിയ, അതായത് ജിയോങ് പറഞ്ഞ് മിൻ ബെൻസ് കാർ അടിച്ചു പൊട്ടിച്ച അയാൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അയാൾ ജിയോങ്ങിനെ നല്ല രീതിയിൽ അടിച്ച് നിലത്തിടുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങുന്നു. ആ ഫോണിൽ മിൻ എന്ന് അയച്ചു കൊടുത്ത ആ കാറിൻ്റെ പൊളിഞ്ഞ ഫോട്ടോ ഉണ്ടായിരുന്നു. മിൻ ജിയോങ്ങിനെ നോക്കി ഒരു ചിരിച്ച് അവിടെ നിന്ന് പോകുന്നു. ആ ചിരിയിലുണ്ട് എല്ലാം. പിന്നെ കാണിക്കുന്ന സീൻ ജിയോങ് കാറുമെടുത്ത് പുറത്തേക്ക് പോകുന്നതാണ്. അത് മറ്റൊരു കാറിലിരുന്ന് മിൻ ശ്രദ്ധിക്കുന്നുണ്ട്. മിൻ പോയ കാർ ഒരു സ്ഥലം എത്തുമ്പോഴേക്കും ആക്സിഡന്റ് ആവുന്നു. ജിയോ നോക്കുമ്പോൾ ബ്രേക്കിനടിയിൽ ഒരു ക്യാൻ ഇരിക്കുന്നു. അന്നേരം താണ്ടെ മിൻ ജിയോങ്ങിന്റെ കാറും തുറന്ന് അകത്തേക്ക് വരുന്നു. മിൻ ജിയോങ്ങിനെ ചവിട്ടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് ജിയോങ്ങിന്റെ കയ്യിലുള്ള മിന്നിന്റെ ഫോണും എടുക്കുന്നു. എന്നിട്ട് ജിയോങ്ങിനെ വലിച്ചിറക്കി നല്ല ഇടി ഇടിക്കുന്നു മിൻ. എന്നിട്ട് മിൻ ഒരാശ്വാസത്തോടെ തലയിൽ കൈവച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ
മിൻ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് രാത്രി ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. അന്നേരമാണ് മിന്നിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതൊരു വീഡിയോ ക്ലിപ്പായിരുന്നു. നമ്മുടെ കിമ്മിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു. മിൻ ടെൻഷനായി പെട്ടെന്ന് ആ നമ്പറിലേക്ക് വിളിക്കുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ പാവൻ ജിയോങ്ങാണ്. ഇതറിയുന്ന മിൻ അതിവേഗം വണ്ടി വീട്ടിലേക്ക് എടുക്കുന്നു. അന്നേരം ജിയോങ്ങിന് വേറൊരു കോൾ വരുന്നു. അപ്പുറത്തുള്ള മറുപടി കേട്ട് ജിയോങ് അലറിക്കരയുന്നു. അത് അവന്റെ അമ്മ മരണപ്പെട്ട വാർത്തയായിരുന്നു. ജിയോങ് വീട്ടിലെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കുന്നു. കിം പെട്ടെന്ന് അവളെ കെട്ടിയിരിക്കുന്ന കയർ അയക്കാൻ നോക്കുന്നു. ജിയോങ് അവളുടെ അടുത്തേക്ക് വന്ന് ഒരു ലൈറ്റർ കാണിക്കുന്നു. അപ്പോഴേക്കും മിൻ അങ്ങോട്ടേക്ക് വരുന്നു. ജിയോങ് മിന്നിന്റെ കാർ അവിടെ കിടക്കുന്നത് കാണുന്നു. മിൻ വേറൊരു വഴിയിലൂടെ വീടിനകത്തേക്ക് കയറുന്നു. മിൻ ജിയോങ്ങിന്റെ പുറകിലൂടെ അവന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടിയാവുന്നു. മിൻ ഒരു കത്തിയെടുത്ത് ജിയോങ്ങിനെ കുത്താൻ നോക്കുന്നു. ജിയോങ് ആ കത്തി തട്ടി മാറ്റിയിട്ട് മിന്നിന്റെ വലിച്ചു കയറാൻ നോക്കുന്നു. മിൻ ജിയോങ്ങിനെ തള്ളി മാറ്റിയിട്ട് ജിയോങ്ങിന്റെ മുഖം ഇടിച്ചിടിച്ചിടിച്ചു പൊളിക്കുന്നു. ഇത് കാണുന്ന കിം പറയുന്നു, നിർത്ത്, ഈ ഭ്രാന്ത് ഇവിടെ നിർത്ത്. എന്നിട്ട് മിന്നിനെ പോയി പിടിക്കുന്നു. അന്നേരം മിൻ അവളെ തള്ളി താഴിടുന്നു. എന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ ജിയോങ്ങിന്റെ മുഖം ഇടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് അവൻ കിമ്മിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അന്നേരമാണ് കിം ഒരു സ്കാനിങ് റിപ്പോർട്ട് കാണുന്നത്. അത് അവൾ പ്രഗ്നന്റ് ആയതിന്റെ സ്കാനിങ് റിപ്പോർട്ടായിരുന്നു. മിൻ അവളുടെ മുഖത്ത് കൈ പിടിച്ച് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അന്നേരം അപ്പുറത്തൊരു ചോരക്കൈ അനങ്ങുന്നു. അന്നേരം അങ്ങോട്ടേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അവർ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന അതേ സമയം ജിയോ ലൈറ്റർ ഓൺ ചെയ്യുന്നു. വീട് മൊത്തം തീയാകുന്നു. ആ 2 ഓഫീസർമാരും തെറിച്ച് വീഴുന്നു. വീട് മൊത്തം കത്തിയെരിയുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ഹോസ്പിറ്റൽ ബെഡിൽ ദേഹം മുഴുവൻ കോട്ടൺ ചുറ്റി കിടക്കുന്ന മിന്നിനെയാണ്. മുഖത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞ് മിന്നിനെ കാണാൻ അവിടെയുള്ള ജോലിക്കാരെല്ലാം വരുന്നു. മിന്നിന്റെ കമ്പനി കുറെ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ആഘോഷമായിരുന്നു അത്. അവരെല്ലാം പോയി കഴിഞ്ഞ് മിൻ കിമ്മിന്റെ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കുന്നു. മിൻ അത് കയ്യിൽ പിടിച്ച് ചുരുട്ടി നെഞ്ചോട് ചേർത്ത് അലറി കരയുന്നു. ഒരു ഫോണിന്റെ പുറകെ ഓടി തന്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കാൻ പറ്റാത്ത ഓർത്ത് കരയുന്ന മിന്നിനെ കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കും. ഈ സിനിമ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിനിമകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ. സിനിമ ടോക്ക് മച്ചു.